ഹലോ അസ്സാം വലൈക്കും. അപ്പം ഇന്ന് നമ്മളൊരു പരിപാടിക്ക് പോവാണ്, രാത്രിയാണ്. അപ്പം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു മുട്ടിപ്പാട്ട് എന്നൊരു പരിപാടി നടത്തുന്നുണ്ട് കേട്ടോ ഇവർ. അപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞതല്ലേ. അപ്പോൾ എന്താ പറയുക, ഏതായാലും അടിപൊളിയാണ് കേട്ടോ പരിപാടി, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ എവിടെ ചെന്നാലും നമുക്ക് എന്താ പറയുക, നമ്മളെ മക്കൾ മിസ് ചെയ്യാലെ ടീച്ചറെ എന്ന് വിളിച്ച് വരാനുണ്ടാവും കേട്ടോ. അപ്പോൾ അവർ നമ്മളെ അടുത്ത് വന്നിട്ട് പോകണമില്ലിട്ട് വന്നതിന് ശേഷം. അപ്പോൾ അവർക്ക് അവർ മനന്ന് വേണ്ട നമ്മളെ മടിയിൽ കയറിയിരുന്ന് നമ്മളോട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ മുട്ടിപ്പാട്ടിൽ ഇങ്ങനത്തെ ഒരു പാട്ടും പാടിയിരുന്നു കേട്ടോ. ഇവർക്ക് പറ്റിയിട്ടുള്ള കുറേ മക്കളാണുള്ളത്, സ്ത്രീകളല്ലേ. അപ്പോൾ അവരപ്പോൾ എന്തായാലും നല്ല മക്കളുണ്ടാവില്ല, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പാട്ട് പാടി. അപ്പോൾ ഇങ്ങനെ പാടാണ് കേട്ടോ. യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടിയതാണ്. അപ്പോൾ ഞാൻ അതിന് വാക്കിൽ പറഞ്ഞോടാണെങ്കിലും ഫേമസ് ആളാണ്. പിന്നെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമ്ന പുല്ലാരനെ പറ്റിയിട്ടാണ് കേട്ടോ. അമ്ന പുല്ലാര എന്ന് പറഞ്ഞാൽ നമ്മളെ എന്താ പറയുക, എപ്പോഴും കാണുന്നതാണ്, നമ്മളെപ്പോഴും വർത്താനം പറഞ്ഞതാണ്, അങ്ങനെയൊക്കെയാണ് കേട്ടോ. പക്ഷെ ഇവിടെ വെച്ച് കണ്ടുമുട്ടിയതാണെന്നുള്ളത് നിൽക്കാറുണ്ട്. അപ്പോൾ എന്താണ്, ഇവളൊരു ആക്ടറാണ്, അതേപോലെ റൈറ്ററാണ്, ഉയർന്നു വരുന്ന ഒരു കലാകാരിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫേമസ് ആണ് ആള്. കുറേ ടെലിഫിലിമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിങ്ങനെ ചായ കുറേ കളിച്ചപ്പോൾ നമുക്ക് ചായ ഒക്കെ കുടിക്കണമല്ലോ. അപ്പോൾ ചായ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചായ ഒക്കെ കുടിച്ചു. പിന്നെ ഞാൻ പഠിപ്പിച്ച കുട്ടി ആമിഷാണ്, ഓടി വന്നിട്ട് എന്നെ കാണാൻ. പിന്നെ മക്കൾക്കാണല്ലോ ഇവിടെ വന്നിട്ട്, മക്കൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഞങ്ങളൊക്കെ കളിക്കണം. ലൈറ്റൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. ഇതിപ്പം ഫോണിൻ്റെ ലൈറ്റിലാണ്, ലൈറ്റൊന്നുമില്ല. പക്ഷെ അടിപൊളി കേട്ടോ, അടിപൊളി പറഞ്ഞാൽ അടിപൊളി. മക്കൾക്ക് എല്ലാം എന്താണ്, നമ്മൾ പെണ്ണുങ്ങൾക്ക് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയല്ല രസം. എന്താ പറയുക, കുറേ നാൾ ഞാനൊക്കെ പറഞ്ഞാൽ എന്നും പുറത്ത് പോണ ആളാണ്. ജോലിക്കായാലൊക്കെ പുറത്ത് പോകേണ്ട അതിൻ്റേതായിട്ടുള്ള എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് ഒരുപാട് സ്ത്രീകളുണ്ടല്ലോ വീട്ടിൻ്റെ ഉള്ളിൽ നിൽക്കണം, അവർക്കൊക്കെ ഭയങ്കര ഒരു തന്നെയാണ് കേട്ടോ ഇത്. ഇതിപ്പോൾ നാട്ടിലാവുമ്പം ഒന്ന് ഇറങ്ങി വരാനും ഒക്കെ സുഖമാണല്ലോ. അപ്പം പല 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 ഇവിടെ വന്നപ്പോഴാണ് പല പെൺകുട്ടികളെ മനസ്സിലും ഇങ്ങനെയൊക്കെ ഒന്ന് പുറത്തേക്ക് വരണം എന്നൊക്കെ ഉള്ളത് ഉണ്ട് എന്നുള്ളത് മനസ്സിലായത് കേട്ടോ. പിന്നെ പറഞ്ഞാൽ എല്ലാ സ്ത്രീകളും അല്ല, ചില സ്ത്രീകൾ പിന്നെ എന്താ പറയുക, ഒന്നും പറയാനില്ല. അവർക്ക് അവരുടെ വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കാനും തന്നെയാണ് ഇഷ്ടം, അങ്ങനെയുള്ളവരും ഉണ്ട് കേട്ടോ. അതല്ല ഇവിടെ പറയണത്, ഇങ്ങനെയൊക്കെ ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ എന്താ പറയുക, നമുക്കൊരു ഭയങ്കര ഒരു എനർജി തന്നെയാണ് കേട്ടോ. നമുക്ക് എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ വയ്യ. ഈ പരിപാടിക്ക് വന്നപ്പോഴാണ് അതിൻ്റെ ഒരു ഇത് മനസ്സിലായത്. ഇനിയിപ്പോൾ എന്തെങ്കിലും പരിപാടി സ്ത്രീകൾക്ക് വെക്കണം എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞും പോന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ മൊട്ടമാശ പെങ്ങളെ കുട്ടി കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാനിങ്ങനെ താളം പിടിക്കുകയാണ്. നമുക്കിങ്ങനെ ഡാൻസ് കളിക്കാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ആഗ്രഹം മനസ്സിൽ വെക്കുക കേട്ടോ. ഇവരത് നമ്മളെ മൊട്ടമാശ കണ്ടു നമ്മളെ മൊട്ടമാശ സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്ത്രീകൾക്ക് UDF കമ്മിറ്റിയുടെ വിജയാഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും നമ്മൾ സ്ത്രീകൾക്ക് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം വെച്ചത് വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. എല്ലാവരും പ്രതിനിധിയായിട്ട് ഞാൻ പറയണം, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പാടാൻ വന്നിട്ടുള്ളത് ആരാന്ന് വെച്ചാൽ വേൾഡ് റെക്കോർഡ് ജേതാവ് നംഷാദ് മലപ്പുറമാണ് കേട്ടോ. പിന്നെ നൗഫിലും കൂടെ ഉണ്ട്, ആ ടീമാണ് കേട്ടോ. അപ്പം അവർക്കും ഒരുപാട് നന്ദിയുണ്ട്. 7 മണിക്ക് 7:15 തുടങ്ങിയിട്ട് 10 മണി വരെ അവരുടെ പാട്ടായിരുന്നു കേട്ടോ. വീണ്ടും ഒരുപാട് താങ്ക്സ് അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.